അസ്സാം വലൈക്കും വറഹമത്തുള്ള ബിസ്മില്ലാ അൽഹംദുലില്ലാ വസല്ലല്ലാഹു അല നബീന മുഹമ്മദിൻ വഅല ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അല്ലാഹുമ്മ റബ്ബി ഷ്റഹ്ലി സദ്രി വയസ്സിർലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ഏറെ സ്നേഹാദരനരായ പീസ് റേഡിയോ ശ്രോതാക്കളെ, കാരുണ്യം ആഗ്രഹിക്കാത്തവരായി ആരും തന്നെ ഇല്ല. പരസ്പരം ഒരുമിച്ച് ജീവിക്കുമ്പോൾ കുടുംബജീവിതത്തിലാകട്ടെ, സാമൂഹിക ജീവിതത്തിലാകട്ടെ, രാഷ്ട്രീയ മേഖലകളിൽ ആകണമെങ്കിൽ പോലും അവിടെ കാരുണ്യം ആഗ്രഹിക്കുന്നവരാണ് നന്മ നിറഞ്ഞ മനസ്സിൻ്റെ ഉടമകൾ മുഴുവൻ. ഭാര്യ ഭർത്താവിൽ നിന്ന്, ഭർത്താവ് ഭാര്യയിൽ നിന്ന്, മക്കൾ മാതാപിതാക്കളിൽ നിന്ന്, ഇങ്ങനെ തുടങ്ങി സമൂഹം മുഴുവൻ കാരുണ്യം ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ പരസ്പരം കാരുണ്യം ആഗ്രഹിക്കുമ്പോൾ പലപ്പോഴും ഇസ്ലാമിനെക്കുറിച്ച് തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ചില ആളുകൾ പരിശ്രമിക്കാറുള്ളത് ഇസ്ലാമിൻ്റെ മതത്തിൽ കാരുണ്യമില്ല, അല്ലെങ്കിൽ ഇതര മതസ്ഥരോട് ഇസ്ലാമിന് വെറുപ്പും അതോടൊപ്പം മുസ്ലിമീങ്ങൾക്ക് അവരെ കൊന്നു തിന്നുക അല്ലെങ്കിൽ കണ്ടയിടത്ത് വെച്ച് കൊല്ലുക എന്ന രൂപത്തിലുള്ള ചില സംസാരങ്ങളും ചില തെറ്റിദ്ധരിപ്പിക്കലുകളും സമൂഹത്തിൽ നടന്നിട്ടുണ്ട്. അതിൽ പ്രത്യേകിച്ചും തീവ്രമായ ചിന്തകൾ വച്ചു പുലർത്തുന്ന ചില മത രാഷ്ട്രീയ മേഖലയിലുള്ള ആളുകളും അത്തരം ചിന്തകൾ വച്ചു പുലർത്തുന്നുണ്ട്. ഏതായാലും ഇസ്ലാമിന് പറയാനുള്ളത് എന്ത് എന്നത് നിങ്ങൾ ഇസ്ലാമിൻ്റെ പ്രമാണങ്ങളിൽ നിന്ന് പഠിക്കണം എന്നാണ് ഇത്തരം ആളുകളോട് പറയാനുള്ളത്. ഏതെങ്കിലും വിധേന ആരുടെയെങ്കിലും സംസാരം കേട്ട് തെറ്റിദ്ധരിച്ച ആളുകളുണ്ട് എങ്കിൽ അവരോടും ഓർമ്മപ്പെടുത്താനുള്ളത് ഇസ്ലാമിനെ നിങ്ങൾ പഠിക്കേണ്ടത് വിമർശകരുടെ വായിൽ നിന്നല്ല. ഇസ്ലാമിനെ നിങ്ങൾ പഠിക്കേണ്ടത് ഏതെങ്കിലും ചാനൽ ചർച്ചയിൽ നിന്നല്ല. ഇസ്ലാമിനെ നിങ്ങൾ പഠിക്കേണ്ടത് വിശുദ്ധ ഖുർആനിലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുവചനങ്ങളിലും പണ്ഡിതന്മാർ അതിനെ വിശദീകരിച്ച വിശദീകരണങ്ങളിലൂടെയുമാണ്. അല്ലാതെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു എന്നതുകൊണ്ട് അത് ഇസ്ലാമാവുകയില്ല. അതിനെത്രത്തോളം ഗൗരവമുണ്ട് എന്ന് നമ്മളൊന്ന് ഇസ്ലാമിൻ്റെ ഉള്ളിൽ നിന്ന് പരിശോധിക്കുകയാണ് എങ്കിൽ, ഒരു ഹദീസ്, പ്രവാചകൻ ഉദ്ധരിച്ച ഒരു ഹദീസ്, അത് സ്വീകരിക്കണമെങ്കിൽ അതിൻ്റെ മാനദണ്ഡങ്ങൾ തന്നെ എത്രയോ വലുതാണ്. ഇമാം ബുഖാരി റഹ്മഹുല്ല ചില നിബന്ധനകൾ ആ വിഷയത്തിൽ വച്ചു. ഇതുപോലെ ഓരോ പ്രമാണങ്ങൾ സ്വീകരിക്കുന്ന വിഷയത്തിൽ പോലും, ഇസ്ലാമിൻ്റെ ഉള്ളിൽ പ്രമാണങ്ങൾ സ്വീകരിക്കുന്ന വിഷയത്തിൽ പോലും കണിശമായ നിലപാടുകൾ, വ്യക്തമായ നിബന്ധനകൾ അത് വച്ചുകൊണ്ട് മാത്രമേ സ്വീകരിക്കുകയുള്ളൂ എങ്കിൽ പിന്നെ എങ്ങനെയാണ് ആരെങ്കിലും എന്തെങ്കിലും എവിടെ നിന്നെങ്കിലും കേട്ടത്, എവിടെയെങ്കിലും പറഞ്ഞ സംഭവത്തെ അത് ഇസ്ലാമാണ് എന്ന് ഉൾക്കൊള്ളുക? അത് ഒരിക്കലും ന്യായമല്ലല്ലോ. മുസ്ലിമീങ്ങൾ പോലും ഇസ്ലാമിൻ്റെ പ്രമാണങ്ങൾ അംഗീകരിക്കുന്നത് നേരത്തെ ഞാൻ പറഞ്ഞ ചില നിബന്ധനകളുടെ അടിസ്ഥാനത്തിലാണ് എങ്കിൽ ഏതെങ്കിലും ആളുകൾ എന്തെങ്കിലും പറഞ്ഞു എന്നതുകൊണ്ട് അത് ഇസ്ലാം ഒരിക്കലും ആവുകയില്ല. പ്രത്യേകിച്ച് ഇസ്ലാമിനെ വിമർശിക്കാൻ നടക്കുന്ന ആളുകളുടെ വായിൽ നിന്ന് വരുന്നതാണ് നിങ്ങൾ സ്വീകരിക്കുന്നതെങ്കിൽ അതൊരിക്കലും ഇസ്ലാമല്ല. നിങ്ങൾക്ക് ഇസ്ലാമിനെ പഠിക്കണോ? വിശുദ്ധ ഖുർആൻ എടുക്കുക. അതിൻ്റെ വ്യാഖ്യാനങ്ങളുണ്ടല്ലോ, അതിൻ്റെ വിശദീകരണങ്ങളുണ്ടല്ലോ, മലയാളത്തിൽ സുലഭമാണല്ലോ, നിങ്ങൾക്ക് പഠിക്കാം. ഇനി അതിലെന്തെങ്കിലും സംശയമുണ്ടോ നിങ്ങൾക്ക് ചോദിക്കാം. ഇസ്ലാമിൻ്റെ വക്താക്കൾ, വർഷങ്ങളോളം കിതാബ് പഠിച്ച, ഖുർആൻ പഠിച്ച, ഹദീസ് പഠിച്ച പണ്ഡിതന്മാർ ഇന്ന് ജീവിച്ചിരിക്കുന്നുണ്ടല്ലോ. ഇനി ഞാൻ അവിടെ ഒരു ചോദ്യം ചോദിക്കാനും കൂടി ആഗ്രഹിക്കുന്നുണ്ട്. അമുസ്ലിമീങ്ങളായ ആളുകളെ കണ്ടടത്തു വച്ച് കൊല്ലണം എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നതെങ്കിൽ ഇവിടെ മതപണ്ഡിതന്മാർ ജീവിച്ചിരിക്കുന്നുണ്ടല്ലോ. ആദ്യം അവരാണല്ലോ ഈ പ്രവൃത്തി ചെയ്യേണ്ടത്, കാരണം അവരാണ് പഠിച്ചവർ. എന്നാൽ ഞാൻ ചോദിക്കട്ടെ, കേരളക്കരയിൽ എത്രയെത്ര പണ്ഡിതന്മാർ ഓരോ നാട്ടിലുമുണ്ട്. അവരെ ആരെങ്കിലും ഏതെങ്കിലും ഒരു അമുസ്ലിമിനെ കണ്ടടത്തു വച്ച് കൊന്ന ആ ഒരു സംഭവം നിങ്ങൾക്ക് ഉദ്ധരിക്കാൻ കഴിയുമോ? എങ്കിൽ അങ്ങനെയാണ് മതം പഠിപ്പിക്കുന്നതെങ്കിൽ അത് ചെയ്യേണ്ടവരല്ലേ മുസ്ലിമീങ്ങൾ? നിലവിലത് ഒരു പ്രവർത്തനവും അത്തരത്തിൽ കാണാൻ സാധിക്കാത്തത് കൊണ്ട് തന്നെ അത് ചില ആളുകളുടെ ജ്വൽപ്പനം മാത്രമാണ് എന്ന് മനസ്സിലാക്കാൻ മാത്രം നമുക്ക് ബുദ്ധിയില്ലാതായിപ്പോയോ എന്ന് സംശയിക്കേണ്ട അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. ചില ആളുകളുടെ അജണ്ടകൾ പൂർത്തീകരിക്കാൻ വേണ്ടി ഇസ്ലാമിനെ തീവ്രവാദമാക്കി, ഭീകരവാദമാക്കി,
അങ്ങനെ ചിത്രീകരിക്കുന്നുണ്ട്. സഹോദരങ്ങളെ, സഹോദരിമാരെ, ഇസ്ലാമിനെ അടുത്തറിയണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ സ്വഹാബത്തുമായി കൊണ്ടുള്ള ഒരു യുദ്ധം, പ്രവാചകനും സഹാബത്തും ഒരു യുദ്ധത്തിൻ്റെ വേളയിൽ, യുദ്ധമെന്ന് പറഞ്ഞാൽ അവിടെയും നിങ്ങൾ സംശയിക്കരുത്, തെറ്റിദ്ധരിക്കരുത്. ഇസ്ലാമിൻ്റെ യുദ്ധങ്ങളെ ഓരോന്നും നിങ്ങൾ പഠിക്കേണ്ടതുണ്ട്. ഇസ്ലാമിൻ്റെ യുദ്ധം എന്തിനു വേണ്ടിയായിരുന്നു? ഇന്ന് ലോകത്ത് യുദ്ധങ്ങൾ നടക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ ഇസ്രായേൽ ഫലസ്തീൻ യുദ്ധങ്ങൾ നടക്കുന്നുണ്ട്. അവിടെ ഒരിക്കലും ഒരാളും ഇസ്രായേലിൻ്റെ ക്രൂരത ഭീകരവാദമാണ്, തീവ്രവാദമാണെന്ന് ഇവിടെ ഒരാളും ശബ്ദിച്ചിട്ടില്ല. മറിച്ച് പല ആളുകളും ഇസ്ലാം ഭീകരവാദമാണ്, തീവ്രവാദമാണ് എന്ന് പറയുന്ന ആളുകളും രാജ്യങ്ങൾ പോലും ഇന്ന് ഇസ്രായേൽ ആളുകൾക്ക്, അത്രയും ക്രൂരതകൾ ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടി പിന്താങ്ങുകയാണ്, അവരുടെ സഹായങ്ങൾ അവർക്ക് നൽകിക്കൊണ്ടിരിക്കുകയാണ്. അത്രയും ലൈവായി നടക്കുന്ന ക്രൂരതകൾക്ക് മുമ്പിൽ ഞാൻ ഇവിടെ സമർപ്പിക്കുന്നത് ഇസ്ലാമിൻ്റെ കാരുണ്യത്തെക്കുറിച്ചാണ്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബത്തിനൊരു കാര്യം പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. അവിടെ ഒരു ഉമ്മയും കുഞ്ഞും ഒരല്പനേരത്തേക്കെങ്കിലും തൻ്റെ കയ്യിൽ നിന്ന് കാണാതായ കുഞ്ഞിനെ പെട്ടെന്നെടുത്ത് വാരിപ്പുണർന്ന് മാറോട് ചേർത്ത് അമ്മിഞ്ഞപ്പാല് കൊടുക്കുമ്പോൾ ആ ഒരു രംഗം കണ്ട പ്രവാചകൻ സഹാബത്തിന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ആ കുട്ടിയെ എങ്ങാനും ആ ഉമ്മ തീയിലേക്ക് വലിച്ചെറിയാൻ ഇഷ്ടപ്പെടുമോ അല്ലെങ്കിൽ വലിച്ചെറിയുമോ എന്ന് ചോദിക്കുന്നുണ്ട്. ഒരു ഉമ്മമാരും ഒരമ്മമാരും തൻ്റെ കുഞ്ഞിനെ 9 മാസം വയറ്റിൽ വളർത്തി അതിനെ ചുമന്ന് പ്രയാസത്തിൻ്റെ മേൽ പ്രയാസം അനുഭവിച്ച് 9ാമത്തെ മാസം അല്ലെങ്കിൽ മാസം തികയുമ്പോൾ പ്രസവിച്ച് വേദനയോടുകൂടി പ്രസവിച്ച് ആ കുഞ്ഞിനെ ഊട്ടി ഉറക്കുമ്പോൾ രാത്രി ഒന്ന് കരഞ്ഞാൽ പോലും കാരുണ്യത്തിൻ്റെ പേരിൽ തൻ്റെ ഉറക്കം കളഞ്ഞിട്ടെങ്കിലും ആ കുഞ്ഞിനെ നോക്കും. അങ്ങനെ ഒരു ഉമ്മ, ഒരമ്മ തൻ്റെ കുഞ്ഞിനെ എടുത്ത് തീയിലേക്ക് ഇടുമോ? ഒരിക്കലും ഇല്ലല്ലോ. കാരണം ആ കുഞ്ഞിനോട് അത്രയേറെ കനിവും ആർദ്രതയും സ്നേഹവും കാരുണ്യവുമായിരിക്കും. അവിടെ അള്ളാഹുവിൻ്റെ കാരുണ്യത്തെക്കുറിച്ച് പ്രവാചകൻ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ഇത് അള്ളാഹുവിൻ്റെ 99 കാരുണ്യത്തിൽ ഒരു കാരുണ്യം മാത്രമാണ് എന്ന്. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ഹദീസ് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. അള്ളാഹുവിൻ്റെ 100 കാരുണ്യത്തിൽ ഒരു കാരുണ്യം മാത്രമാണ് ഈ ഭൂമി ലോകത്ത് ഇറക്കിയിട്ടുള്ളത്. അതാണ് മനുഷ്യർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിക്കുന്നത്, കാരുണ്യം കാണിക്കുന്നത്. മൃഗങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കാരുണ്യം കാണിക്കുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. സിംഹം, ആ സിംഹം മറ്റു ഇറച്ചിയുള്ള മൃഗങ്ങളെ വേട്ടയാടി തിന്നുന്ന ഒരു ജീവിയാണ്, ഒരു വന്യമൃഗമാണ്. എന്നിട്ടും തൻ്റെ ചോരക്കുഞ്ഞിനെ തിന്നാൻ തയ്യാറാവുന്നില്ല. എന്തുകൊണ്ടാണ്? അള്ളാഹുവിൻ്റെ ആ കാരുണ്യം അവിടെ നിക്ഷേപിച്ചത് കൊണ്ടാണ്. അതുകൊണ്ട് ഈ ലോകത്ത് മുഴുവനായിക്കൊണ്ട് അള്ളാഹു അവൻ്റെ കാരുണ്യത്തിൻ്റെ ഒരു അംശം ഇട്ടിട്ടുണ്ട്. അത് വിശുദ്ധ ഖുർആൻ എടുത്തു പറയുന്നുണ്ട്. വസിഅത് കുല്ല ഷൈഇൻ വറഹ്മതി വസിഅത് കുല്ല ഷൈ. എൻ്റെ കാരുണ്യം, അള്ളാഹ് പറയാണ്, എൻ്റെ കാരുണ്യം എല്ലാത്തിലും നിറഞ്ഞു നിൽക്കുന്നു. അപ്പോൾ ആ കാരുണ്യം അള്ളാഹു ഈ ലോകത്ത് സംവിധാനിച്ചു. ആ അള്ളാഹുവിൽ വിശ്വസിക്കുന്ന ഒരു മുസ്ലിം, അത് ആണാകട്ടെ പെണ്ണാകട്ടെ, അവനും കാരുണ്യത്തോടുകൂടി വർത്തിക്കണം എന്ന് തന്നെയാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അവിടെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്, അർറാഹിമൂൻ യർഹമുഹുമുർ റഹ്മ. കാരുണ്യമുള്ളവന് അള്ളാഹു റഹ്മത്ത് നൽകും. കാരുണ്യമുള്ള ആളുകൾക്ക് അള്ളാഹു അവൻ്റെ കാരുണ്യം നൽകും. എന്നിട്ട് അള്ളാഹുവിൻ്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇർഹമു അഹ്ലൽ അർളി. ഭൂമിയിലുള്ള ആളുകളോട് നിങ്ങൾ കരുണ കാണിക്കണം. യർഹമുക്കും മൻ ഫിസ്സമാ. അങ്ങനെ ഭൂമിയിലുള്ള ആളുകളോട് നിങ്ങൾ കരുണ കാണിച്ചു കഴിഞ്ഞാൽ ആകാശത്തിലുള്ളവൻ നിങ്ങളോട് കരുണ കാണിക്കുമെന്ന് ആദരവായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. ഇവിടെ മുസ്ലിമെന്നോ അമുസ്ലിമെന്നോ കാഫിറെന്നോ ഹിന്ദുവെന്നോ ക്രിസ്ത്യനെന്നോ ജൈനനെന്നോ ബുദ്ധനെന്നോ മതമുള്ളവനെന്നോ ഇല്ലാത്തവനെന്നോ ഒരു വ്യത്യാസവും പഠിപ്പിച്ചിട്ടില്ല. ഭൂമിയിലുള്ള ആളുകളോട്, ഭൂമിയിലുള്ള അതാരുമാകട്ടെ, ജീവജാലങ്ങളോട് പോലും കരുണ കാണിക്കണം എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഭക്ഷണം കൊടുക്കാതെ കെട്ടിയിട്ട് കൊന്ന ഒരു പൂച്ചയുടെ സംഭവം, അങ്ങനെ ചെയ്ത സ്ത്രീയെ നരകത്തിലാണ് എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അപ്പോൾ ഒരു പൂച്ച, ആ പൂച്ചയോട് പോലും കാരുണ്യം കാണിക്കാത്തതിൻ്റെ പേരിൽ ശിക്ഷ ലഭിച്ചിട്ടുണ്ട് എങ്കിൽ എങ്ങനെയാണ്
പച്ചക്കരളുള്ള ഒരേ രക്തമുള്ള മനുഷ്യരെ കൊല്ലാൻ ഇസ്ലാം പഠിപ്പിക്കുക? ഇസ്ലാം തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട സാഹചര്യത്തിൽ നമ്മൾ ഇസ്ലാമിനെ അടുത്തറിയേണ്ടത് പ്രമാണങ്ങളിലൂടെയാണ്. മാത്രമല്ല, കരുണയില്ലാത്തവൻ അവന് കാരുണ്യം ലഭിക്കുകയില്ല എന്നും പ്രവാചകൻ പഠിപ്പിക്കുകയുണ്ടായി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ഒരു മനുഷ്യൻ വരുന്നുണ്ട്, 12 മക്കളുള്ള മനുഷ്യൻ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ പേരക്കുട്ടിയെ ഒന്ന് ചുംബിച്ചപ്പോൾ ആ വന്ന മനുഷ്യൻ ചോദിക്കുകയാണ്, അല്ല, ചുംബിക്കുകയോ, കുട്ടികളെ ചുംബിക്കുകയോ? എനിക്ക് 12 മക്കളുണ്ട്, ഇന്ന് വരെ ഞാൻ ഒന്നിനെയും ചുംബിച്ചിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ പ്രവാചകൻ പഠിപ്പിച്ചത് കാരുണ്യമില്ലാത്തവന് കാരുണ്യം ലഭിക്കുകയില്ല എന്നാണ് ആദരവായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നത്. മാത്രമല്ല, പ്രവാചകൻ പറഞ്ഞത് ഖാബ അബ്ദുൻ വഖസിറ, ഒരു മനുഷ്യൻ നശിച്ചിരിക്കുന്നു, തീരാ നഷ്ടത്തിലായിരിക്കുന്നു. ലം യജഅലില്ലാഹു ഫീ ഖൽബിഹി റഹ്മത്തുൻ ലിൽ ബശർ, ആളുകളോട്, മനുഷ്യരോട് സ്നേഹമില്ലാത്ത, കാരുണ്യമില്ലാത്ത ഒരു മനുഷ്യൻ്റെ മനസ്സാണോ ഉള്ളത് എങ്കിൽ, മറ്റുള്ളവരോട് കാരുണ്യമില്ലാത്തൊരു മനസ്സാണ് ഒരു മനുഷ്യനുള്ളത് എങ്കിൽ അവൻ നശിച്ചിരിക്കുന്നു, അവൻ തീരാ നഷ്ടത്തിലായിരിക്കുന്നു എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നത്. അവിടെയും ബഷർ എന്ന് മാത്രമാണ് പറഞ്ഞത്, ഒരിക്കലും മുസ്ലിം എന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മതവിഭാഗമെന്നോ പറഞ്ഞിട്ടില്ല. എല്ലാവരോടും കാരുണ്യത്തോടുകൂടി വർത്തിക്കണം എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട സാഹചര്യങ്ങൾ ആർക്കെങ്കിലും ഉണ്ട് എങ്കിൽ, തെറ്റിദ്ധരിച്ചിട്ടുണ്ട് എങ്കിൽ, ഇസ്ലാമിനെ ശരിയായ വണ്ണം മനസ്സിലാക്കിയിട്ടില്ല എങ്കിൽ ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നു, പ്രമാണങ്ങളിൽ നിന്ന് ഇസ്ലാമിനെ പഠിക്കാൻ പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യത്തെ സത്യമായി മനസ്സിലാക്കാനും അധർമ്മത്തെ അധർമ്മമായി മാറ്റി നിർത്താനും നമുക്ക് ഉദവി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.